ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിപ്പം നമ്മളുടെ തായ്ലാൻഡ് സീരീസിലെ നെക്സ്റ്റ് വീഡിയോ കേട്ടോ. ഒത്തിരി ലേറ്റായെന്ന് എനിക്കറിയാം. എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇതിപ്പം നമ്മൾ ക്രാബിയിൽ എല്ലാം കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് ബാങ്കോക്കിലേക്ക് പോവുക. അതിപ്പം ക്രാബിയിൽ നിന്ന് നമുക്ക് ഫ്ലൈറ്റ് വഴി തന്നെ പോകണം, കാരണം കുറച്ച് ദൂരമുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഞങ്ങൾ പോയ ഫ്ലൈറ്റിൻ്റെ ഫ്രണ്ടാണ് അത്. പിന്നെ പോകുന്ന വഴിക്ക് നമ്മളൊരു ടൈഗർ പാർക്കിൽ കയറി. ടൈഗർ പാർക്കിൽ നമ്മൾ ശരിക്കും ബാങ്കോക്കിലെ ടൈഗർ പാർക്കിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ഡ്രൈവർ കൊണ്ടുപോയി നിർത്തി ഈ ഒരു സ്ഥലത്തായിരുന്നു. നമുക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല, കാരണം പ്രോപ്പറായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു പ്ലേസും ആയിരുന്നില്ല. കൂടാണ്ട് അവിടെ ഭയങ്കര ഫീസുമായിരുന്നു. അത്രയും ഒത്തിരി സംഭവവികാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ ജസ്റ്റ് ആ റിസപ്ഷനിൽ നിന്ന് തന്നെ എടുക്കാൻ പറ്റുന്ന 1-2 ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ അവിടെ നിന്ന് പോന്നു. എന്നിട്ട് നേരെ പോയി ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യുക ചെയ്തത്. ഇതാണ് നമ്മൾ താമസിച്ചിരുന്ന ഹോട്ടൽ. ഈ ഹോട്ടൽ അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് ശരിക്കും അവിടുത്തെ വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ സൈഡിൽ തന്നെയാണ് ഈ ഹോട്ടൽ ഉണ്ടായിരുന്നത്. അതിൻ്റെ റിസപ്ഷൻ്റെ അവിടെ നിന്ന് തന്നെ നോക്കിയാൽ നമുക്ക് ഇതുപോലൊരു സീറ്റിംഗ് ഏരിയ കാണാൻ പറ്റും. അവിടെ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ടൈം ആയതുകൊണ്ട് ഒത്തിരി ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് ആ റിസപ്ഷൻ്റെ ബിൽഡിംഗ് ആണ്. അവിടുന്ന് നമ്മളുടെ റൂമിലേക്ക് ഒരു ടുക്ടുക്കിലാണ് നമ്മൾ പോയത്. നമുക്ക് വേണമെങ്കിൽ ബൈ വാക്കിങ്ങും പോകാം, പക്ഷേ ഇതിപ്പോൾ നമ്മളുടെ കയ്യിൽ ലഗേജും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നത് കൊണ്ട് അവർ തന്നെ ഡ്രോപ്പ് ചെയ്തു. ഇത് കുറച്ച് നല്ല ഏരിയ ഉള്ള ഒരു ഹോട്ടലാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ തന്നെ അത്യാവശ്യം വാക്കിങ്ങിന് തന്നെ ആയിട്ടും ഒത്തിരി സ്പേസ് ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ റൂമിൽ പോയി ചെക്ക് ഇൻ ആയി. അത് കഴിഞ്ഞ് രാത്രി ആയപ്പോഴത്തേക്കും നമ്മൾ അവിടെ നിന്ന് നേരെ വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് പോയി, അതായത് പട്ടായയിലെ വാക്കിംഗ് സ്ട്രീറ്റ്. ഇപ്പം നമ്മൾ ഒഫീഷ്യലി ബാങ്കോക്കിലെ പട്ടായയിലാണുള്ളത്. എന്നിട്ട് ആ വാക്കിംഗ് സ്ട്രീറ്റിൽ പോയപ്പോഴത്തേക്കുള്ള കാഴ്ചകൾ ഇത്. ആ പോകുന്ന നമ്മളുടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുമ്പം തന്നെ കാണുന്ന അവിടെ ക്രൊക്കഡൈലിനെ വെച്ചിട്ട് അവർ ഗ്രില്ല് ചെയ്ത് കൊടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ആ ഒരു സ്ട്രീറ്റിലുണ്ടായിരുന്നു. ഇത് ആ ബോൾ എറിഞ്ഞിട്ട് ആയിരിക്കുന്ന പെണ്ണിനെ താഴെ വീഴ്ത്തണം. ആ ഒരു റൗണ്ടിലേക്ക് ബോൾ കൊള്ളിക്കണം, എന്നിട്ട് അവിടുന്ന് അവളെ താഴെ വീഴ്ക്കുകയോ ചെയ്യേണ്ടത്. അത് ശരിക്കും നമ്മളെല്ലാവരും ട്രൈ ചെയ്തായിരുന്നു കേട്ടോ. പിന്നെ ഉള്ളതാണ് ഇവിടെ ഒരു ഷൂട്ടിംഗ് പ്ലേസ്. നമുക്കിപ്പോൾ 100 ബാത്ത് കൊടുത്തിട്ടുണ്ടെന്നാണെങ്കിൽ അവിടുന്ന് ഇത്ര ബുള്ളറ്റ്സ് അവർ തരും. എന്നിട്ട് അവിടെ 2-3 രൂപങ്ങൾ വെച്ചിട്ടുണ്ട്, അതിനെ ഷൂട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. അല്ലാതെ അത് അതൊക്കെ ഇവർക്കൊക്കെ ഇഷ്ടപ്പെടും. എനിക്കത് വലിയൊരു കാര്യമായിട്ട് തോന്നിയില്ല. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഫ്രണ്ടിലേക്ക് പോകുമ്പോഴത്തേക്കും ഒത്തിരി ഒരുപാട് ക്ലബ്ബും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആ ക്ലബിൻ്റെ ഒന്നും നമ്മൾ വലിയ കാര്യമായിട്ട് വീഡിയോ എടുത്തില്ല, അവിടെ വീഡിയോസ് അലൗഡും അല്ല. പിന്നെ ഇതുപോലെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഒത്തിരി പേരിങ്ങനെ ആ സ്ട്രീറ്റിലൂടെ നടക്കും, നല്ല റഷാണ്. പിന്നെ ഇതുപോലെ നമ്മുടെ ഈ ഐസ്ക്രീമില്ലേ, ഇത് അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഇത് പക്ഷേ ഫ്രീ ആണ് കേട്ടോ, അല്ലാണ്ട് നമ്മൾ പേ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാനും ഒരു ഐസ്ക്രീം അങ്ങനെ വാങ്ങി. പക്ഷേ ലാസ്റ്റ് അയാൾ പിടിച്ചോണ്ട് പോകുന്നതിന് മുമ്പേ തന്നെ ഞാൻ ഐസ്ക്രീമും കൊണ്ടുപോയി. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോഴത്തേക്കും ഉണ്ടല്ലോ, അവിടെ ഒരു മാജിക് ഷോ ഉണ്ടായിരുന്നു. നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നു നമ്മളുടെ ഒരു ഫ്രണ്ടിനെ കൂടെ വിളിച്ചിട്ട് പുള്ളിക്കാരിനെ വെച്ചിട്ടാണ് അയാൾ ആ ഫയർ ഷോ ചെയ്തത്. നമുക്കതൊന്ന് കണ്ടു വെക്കാവേ.
ഇത്രയൊക്കെ ചെയ്തിട്ട് ആ ഡ്രസ്സിൽ ഒരു പാട് പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ. അത്രയും സേഫായിട്ട് തന്നെയായിരുന്നു ചെയ്തത്. പിന്നെ ഇതൊക്കെ അവിടുത്തെ വാക്കിംഗ് സ്ട്രീറ്റിലെ കുറച്ച് വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് നമ്മൾ ഒരു അറബിക് റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു, പിന്നെ അവിടെ പോയി ഫുഡ് കഴിക്കുകയാണ് ചെയ്തത്. അതുപോലെ ഐസ്ക്രീം കഴിച്ച് അവിടെ ഷവർമ ഉണ്ടായിരുന്നു, അതും നല്ല ടേസ്റ്റുള്ള ഷവർമയായിരുന്നു കേട്ടോ. അതിന് പക്ഷേ പൈസ കൊടുക്കണമായിരുന്നു. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ പിന്നെ തിരിച്ച് റൂമിലേക്ക് തന്നെ പോയി. കാരണം നമ്മൾ ഓൾറെഡി ട്രാവൽ ചെയ്ത് വന്ന് അതിൻ്റെ ക്ഷീണമൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ തിരിച്ചു പോയി. അപ്പം ഇതൊക്കെയായിരുന്നു ഈ ഒരു ദിവസത്തെ വിശേഷങ്ങൾ. അടുത്ത ദിവസം ഞങ്ങൾ ശരിക്കും ടൈഗർ പാർക്കിൽ, ക്രൊക്കഡൈൽ പാർക്കിലൊക്കെ പോയി. അതിൻ്റെ വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ വരാവേ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.